ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഞാൻ നേരത്തെ ഓൾറെഡി ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റായി. ചെറുതായിട്ടാണോ വലുതായിട്ടാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വലുതായിട്ടാണെന്ന് തന്നെ പറയാം. എൻ്റെ ഈ ഫ്രണ്ടിലെ മഡ് ഗാർഡാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊട്ടി. ഭാഗ്യത്തിന് ടയറും ഡിസ്കും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അമ്മാതിരി ഒരു ഇടിയായിരുന്നു. ഇവിടുത്തെ മഡ് ഗാർഡൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടയറിൽ എന്തെങ്കിലും പറ്റി. ഞാൻ ഉച്ചയ്ക്ക് നൈട്രജൻ അടിച്ച് പിന്നെ രാത്രിയാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. രാത്രി ഒരു 8 മണിയൊക്കെ ആയി. ഇപ്പം ടയറിലെ കാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. റിമ്മും എല്ലാം പൊട്ടിയിട്ടുണ്ടാകുന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് ചെറുതായിട്ട് കാറ്റ് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പം ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞാൻ ഓൾറെഡി ഈ സ്ഥലം നടന്നതിൻ്റെ ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആക്സിഡൻ്റ് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ക്യാമറയൊന്നും ഇല്ലെന്നാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് നല്ല ഉരഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെ ഇവിടെയും നന്നായിട്ട് ഉരഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ വെച്ചിരുന്ന ഈ ലിവർ പ്രൊട്ടക്ടർ കണക്ക് ഡിസൈൻ വെച്ചിരുന്ന ഇത് പൂർണ്ണമായിട്ടും വലത്തെ ഭാഗത്തെ പൂർണ്ണമായിട്ടും പോയി. അത് ഒടിഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ നല്ല ബെൻഡായിട്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇതിപ്പം എന്ത് ചെയ്യുക? ഇനി ഇതെടുത്ത് മാറ്റണം. ഇതെടുത്ത് മാറ്റിയിട്ട് പഴയത് കണക്ക് തന്നെ സ്റ്റോക്ക് സാധനം വെക്കാൻ പോകും. ഇനി മോഡിഫിക്കേഷൻ അധികം ചെയ്യുന്നില്ല. ഈ സൈഡിലൊന്നും അധികം വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മറിഞ്ഞ് വീണപ്പോഴത്തേക്കും അവിടെ വേറെ ആരൊക്കെ വന്ന് എടുത്ത് പൊക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആക്സിഡൻറ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു ഓട്ടോ എൻ്റെ ലൈനിലേക്ക് കയറി വന്നതും പിന്നെ ഫ്രണ്ടിലെ കാറുകൾ നല്ല പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ കാരണം. അവിടുത്തെ ഫുട്ടേജ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം അവിടെ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പം മിക്കവാറും അവരുടെ കാരണം കൊണ്ടായിരിക്കും തരാത്തത്. കാരണം അവിടെ ഫ്രണ്ടിൽ കാറ് നിർത്താൻ കാരണം ഇവിടുത്തെ ഒരു പോലീസാണെങ്കിൽ പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് കൈ കാണിക്കുന്നതും ഫ്രണ്ടിലെ കാറ് സഡൻ ബ്രേക്ക് അടിക്കുന്നതും ചെയ്ത്. അത് കണ്ട് എൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന കാറും പെട്ടെന്ന് ബ്രേക്ക് അടിച്ചു. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയി ഇടിക്കുന്നതും. പിന്നെ ഓട്ടോ എൻ്റെ കൂടെ മറികടന്ന ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു ആക്സിഡൻ്റാണ് എനിക്കിപ്പം നടന്നത്. അതിൻ്റെ ഫുട്ടേജസ് കിട്ടിയിരുന്നെങ്കിൽ അത് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ എടുക്കാൻ ഒരു വഴിയുമില്ല. വെള്ളയമ്പലം ഭാഗത്ത് അവിടെ വെച്ചാണ് നടന്നത്. അതിൻ്റെ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കണം. കാരണം ആ ഓട്ടോക്കാരനെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പം വേറെ ഒന്നും പറയാനില്ല. ആകെ ടോട്ടൽ ലോസിലാണ്. ഇനിയിപ്പം ഇൻഷുറൻസ് എങ്ങനെ എൻ്റെ നിന്ന് വല്ലതും പിടിക്കുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി ഞാൻ വിളിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അക്ഷയയിൽ പോയിട്ട് എന്തോ 2 കാർഡും പിന്നെ എൻ്റെ വണ്ടിയുടെ RC കാർഡും കൂടെ എനിക്ക് എടുക്കാനുണ്ട്. അതും കൂടെ എടുത്തിട്ട് നേരെ ഷോറൂമിൽ പോയി ക്ലെയിം ചെയ്യുക. ഇനി വണ്ടി ഒന്ന് കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അനുസരിച്ചിരിക്കണം. 8789 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. ശരി, ഇനി ബാക്കിയുള്ള വിവരം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നീട് കാണിക്കാം.